റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന തീയതി 1935 ഏപ്രിൽ 1. ഏത് നിയമം അനുസരിച്ചാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് രൂപീകൃതമായത്? 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. ഇന്ത്യയിൽ കറൻസി ഇറക്കുന്നതിനുള്ള അവകാശമുള്ള ബാങ്ക് റിസർവ് ബാങ്ക്. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷനാണ് റിസർവ് ബാങ്ക് രൂപീകരണത്തിന് നിർദ്ദേശം നൽകിയത്. ഇന്ത്യ പാക് വിഭജനത്തിനു ശേഷം 1948 വരെ പാകിസ്ഥാൻ്റെ കേന്ദ്ര ബാങ്ക് ആയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ രൂപീകരിച്ചത് 1948. 1948 ജൂണിന് ശേഷം പാകിസ്ഥാൻ്റെ കേന്ദ്ര ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ. ഇന്ത്യയിൽ നാണയത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കാണ് ഇന്ത്യയിൽ നാണയത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. മുംബൈയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. തിരുവനന്തപുരത്താണ് റിസർവ് ബാങ്കിൻ്റെ കേരളത്തിലെ പ്രധാന ശാഖ സ്ഥിതി ചെയ്യുന്നത്. ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ബാങ്കാണ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഡയറക്ട് ബോർഡിൻ്റെ അധ്യക്ഷനാണ് റിസർവ് ബാങ്ക് ഗവർണർ. 21 അംഗ ഡയറക്ട് ബോർഡിൻ്റെ കീഴിലാണ് RBIയുടെ പ്രവർത്തനം. പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്ന ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ സർ ഒബ്സോൺ സ്മിത്ത് 1935 മുതൽ 1937 വരെ. കറൻസി നോട്ടുകളിൽ ഒപ്പുവച്ചിട്ടില്ലാത്ത റിസർവ് ബാങ്ക് ഗവർണറാണ് സർ ഒബ്സോൺ സ്മിത്ത്. CD ദേശ്മുഖാണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ സ്ഥാനം വഹിച്ച വ്യക്തി CD ദേശ്മുഖ്. CD ദേശ്മുഖാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്കിൻ്റെ ഗവർണർ എന്ന പദവി വഹിച്ച വ്യക്തി സർ ബെനഗൽ രാമറാവു 1949 മുതൽ 1957 വരെ. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങിയ സമയത്ത് റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ആയിരുന്നു ബെനഗൽ രാമറാവു. റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഗവർണറായി നിയമിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് M. നരസിംഹം 1977. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസാണ് റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ. റിസർവ് ബാങ്കിൻ്റെ സ്ഥാപിത മൂലധനമായിരുന്നു 5 കോടി രൂപ. ഇന്ത്യയിൽ 1 രൂപയുടേത് ഒഴികെയുള്ള കറൻസി നോട്ടുകൾ പുറത്തിറക്കുന്ന ധനകാര്യ സ്ഥാപനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ 1 രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകളിൽ ഒപ്പുവയ്ക്കുന്ന ഉദ്യോഗസ്ഥൻ റിസർവ് ബാങ്ക് ഗവർണർ. ഇന്ത്യയിൽ 1 രൂപയുടെ കറൻസി നോട്ടിൽ ഒപ്പിടുന്ന ധനകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥൻ ഫിനാൻസ് സെക്രട്ടറി. ഇന്ത്യയിലെ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന പണത്തിൻ്റെ പലിശ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? റിപ്പോ. ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് റിസർവ് ബാങ്ക് സ്വീകരിക്കുന്ന മിച്ചപ്പണത്തിൻ്റെ പലിശ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? റിവേഴ്സ് റിപ്പോ. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നതും കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നതുമായ സ്ഥാപനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ബാങ്ക് പലിശ നിരക്കുകൾ തീരുമാനിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സംവിധാനം റിസർവ് ബാങ്ക് പണയ സമിതി. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള റിപ്പോ നിരക്ക് 6.50%. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള റിവേഴ്സ് റിപ്പോ നിരക്ക് 3.35%. ഇന്ത്യൻ നോട്ടുകളിൽ കറൻസിയുടെ മൂല്യം എത്ര ഭാഷയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 17. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുവരെ അച്ചടിച്ചതിൽ ഏറ്റവും അധികം മൂല്യമുള്ള കറൻസി നോട്ട് ഏതാണ്? 10,000 രൂപയുടേത്. ഇന്ത്യയിൽ 200 രൂപ നോട്ട് പുറത്തിറക്കിയ ദിവസം 2017 ഓഗസ്റ്റ് 25. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്നൊവേഷൻ ഹബിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ക്രിസ് ഗോപാലകൃഷ്ണൻ. ട്വിറ്റർ ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിൽ 10 ലക്ഷം കടക്കുന്ന ലോകത്തെ ആദ്യ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI.